ഹായ്, എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമയം രാവിലെ 7:13 രാവിലെ തന്നെ നമ്മൾ കണ്ട കാഴ്ച ഇതാണ്. എല്ലാവരും എഴുന്നേറ്റില്ല, കുറച്ച് ആൾക്കാർ ഇപ്പോഴും ഉറങ്ങുന്നുണ്ട്. രാത്രി അങ്ങനെ നല്ലപോലെ ഒന്നും ഉറങ്ങാൻ പറ്റിയില്ല. കുറച്ച് നേരം ഉറങ്ങി, വീണ്ടും എഴുന്നേക്കും, വീണ്ടും കുറച്ച് നേരം എപ്പോഴെങ്കിലുമൊക്കെ ഉറങ്ങും, വീണ്ടും എഴുന്നേക്കും, അങ്ങനെയൊക്കെയായിരുന്നു. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ ട്രെയിനിൽ നിർത്തിയതിന് ശേഷം ചിലപ്പോൾ കുറച്ച് നേരം നിർത്തിയിട്ടിരിക്കും. നിർത്തിയിട്ട് വീണ്ടും മൂവായി തുടങ്ങുമ്പോഴത്തേക്കും ഒരു സഡൻ ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ഉണ്ട്. അതിൽ നമ്മുടെ ഉറക്കവും പോവും, എല്ലാം പോവും. അങ്ങനെ വീണ്ടും അടുത്ത് ഉറങ്ങുമ്പോൾ വീണ്ടും ഇതുപോലത്തെ സംഭവം ഉണ്ട്. ഓരോ സ്റ്റേഷനിൽ നിർത്തിയിട്ട് പെട്ടെന്ന് ട്രെയിൻ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഉറക്കം അങ്ങ് പോവും. പിന്നെ കുറച്ച് ബഹളവും കാര്യങ്ങൾ അങ്ങനെയൊക്കെ. അപ്പോഴപ്പോഴും ഉറങ്ങും, വീണ്ടും എഴുന്നേക്കും, അങ്ങനെയൊക്കെയായിരുന്നു ഉറക്കം. അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഉറക്കമൊന്നും കിട്ടിയില്ല. പിന്നെ രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ആണെന്ന് തോന്നുന്നു ചായ കോഫി എന്ന് പറഞ്ഞ് വിളിച്ച് വന്നപ്പോഴത്തേക്കും ആ ബഹളത്തിലാണ് എഴുന്നേറ്റത്. അങ്ങനെ എഴുന്നേറ്റിട്ട് ബോധമൊക്കെ ഒന്ന് ക്ലിയറായി വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ട്രെയിൻ ഈ ഒരു സ്റ്റേഷനിൽ ഇതെവിടെയാണെന്ന് അറിഞ്ഞുകൂടാ കറക്റ്റ്, ഇവിടെ വെയിറ്റിങ്ങിലാണ്. പിന്നെ എഴുന്നേറ്റ് ആൾക്കാരൊക്കെ ഫ്രഷ് ആവാനായിട്ടൊക്കെ പോയിരിക്കുകയാണ്. നമ്മളിന്നലെ വൈകിട്ട് ട്രെയിനിൽ കയറിയപ്പോഴത്തേക്കും രാത്രി ആയതുകൊണ്ട് പുറത്തുള്ള കാഴ്ചകളൊന്നും അങ്ങനെ കാണാൻ പറ്റിയില്ല. പക്ഷേ രാവിലെ ആയപ്പോഴത്തേക്കും നല്ല അടിപൊളി കാഴ്ചകൾ കാണാൻ പറ്റി. ഒരുപാട് പൂക്കൾ, വെജിറ്റബിൾസ്, അങ്ങനെയുള്ള ഒരുപാട് കൃഷികളൊക്കെ കാണാൻ പറ്റി. പക്ഷേ അതൊന്നും ഒരുപാട് നേരമൊന്നും കാണാൻ പറ്റിയില്ല. പെട്ടെന്ന് തന്നെ സ്ഥലം എത്തി. ഒരു 9:10 ആയപ്പോഴത്തേക്കും ബാംഗ്ലൂരിലെത്തി. ഞങ്ങൾ ബാംഗ്ലൂരിലേക്കാണ് വരുന്നത്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂരെത്തി. SMVT റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങിയത്. നമുക്കിവിടെ നിന്ന് ഇനി വൈറ്റ് ഫീൽഡിലോട്ട് പോകണം. വൈറ്റ് ഫീൽഡിലോട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ട്രെയിനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സീറ്റ് ഫുള്ളായതുകൊണ്ട് നമുക്കത് കിട്ടിയില്ല. അപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഇതിൻ്റെ പുറത്തോട്ട് പോകുന്ന വഴി ഏതെന്നാണ് നമ്മളിങ്ങനെ ആലോചിക്കുന്നത്. അപ്പോൾ ഈ ഫ്രണ്ടിൽ പോകുന്ന ചേച്ചിയാണ് നമുക്ക് പിന്നെ പുറത്തോട്ട് പോകുന്ന വഴിയൊക്കെ പറഞ്ഞു തന്നത്. അവർ മലയാളീസാണ്. അങ്ങനെ നമ്മൾ അവരുടെ കൂടെ നടക്കുകയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിൽ ഇറങ്ങാനായിട്ട്. പിന്നെ അവിടെ നമുക്ക് വൈറ്റ് ഫീൽഡിലോട്ട് പോകാം. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഊബർ ഓട്ടോ ബുക്ക് ചെയ്ത് എന്നിട്ട് നമ്മളിനി നമ്മുടെ റൂമിലേക്ക് പോകണം. നമ്മൾ വന്നത് ബാംഗ്ലൂരാണ് കേട്ടോ, അത് പറഞ്ഞില്ലായിരുന്നു. ഇനി നമ്മൾ നേരെ പോകണത് നമ്മുടെ ഹോട്ടലിലോട്ടാണ്. അതെവിടെയാണ്? വൈറ്റ് ഫീൽഡാണ്. വൈറ്റ് ഫീൽഡാണ്. പിന്നെ കാപ്പിയൊന്നും കുടിച്ചിട്ടില്ല. ഇനി അവിടെ പോയി ഫ്രഷായി റെഡി ആയിട്ട് കാപ്പി കുടിക്കാൻ പോകണം, അത്രേ ഉള്ളൂ. പിന്നെ അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. ഇവിടെ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ ഉണ്ടോ? 20 കിലോമീറ്റർ ഉണ്ടോ? ഒരു 16 to 20 കിലോമീറ്ററിനകത്തുണ്ട് ദൂരം. 1 മണിക്കൂർ യാത്ര ഉണ്ട്. 1 മണിക്കൂർ നോക്കാം. ഓക്കെ. നമ്മളിങ്ങോട്ട് വന്ന ട്രെയിൻ പോലും ഇത്ര സ്പീഡില്ലായിരുന്നു. അത്രയ്ക്ക് പറപ്പിച്ച് ഓട്ടിക്കുകയാണ് ചേട്ടൻ. ഒരു 100-120 എന്തൊക്കെയാണ് പോണേന്ന് തോന്നുന്നു. സ്പീഡ് കണ്ടപ്പോൾ എനിക്ക് തന്നെ ഒരു സംശയം തോന്നി, ഞാൻ ഊബർ ഓട്ടോയാണോ അതോ ഊബർ റോക്കറ്റാണോ ബുക്ക് ചെയ്തതെന്ന്. പിന്നെ അവർക്കിതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണല്ലോ, വർഷങ്ങളായി ഇങ്ങനെ ഓട്ടിക്കുകയല്ലേ. നമ്മൾ വിചാരിക്കും ഇപ്പോൾ അടുത്ത വണ്ടിയിൽ തട്ടും എന്നൊക്കെ വിചാരിക്കും, നമ്മൾ പേടിച്ചാണ് ഇരിക്കുന്നത്. പക്ഷേ ഒരു ചെറിയ ഗ്യാപ്പിലൂടെയൊക്കെ വളച്ചും വെട്ടിച്ച് തിരിച്ചൊക്കെ ഓട്ടിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ 1.5 മണിക്കൂറിനകത്ത് സ്ഥലത്ത് എത്തിച്ചു. അങ്ങനെ നമ്മൾ നമ്മുടെ ഹോട്ടലിലെത്തി. ഇതാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്ന ഹോട്ടൽ. അപ്പോൾ നല്ലൊരു ഹോട്ടലാണ് കേട്ടോ, നല്ല വൃത്തിയൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ റൂം. പിന്നെ ഇത് ആ റൂമിലേക്ക് പോകുന്ന ആ ഒരു കോറിഡോർ പോലത്തെ സംഭവങ്ങളൊക്കെ. ഇതുവഴി നോക്കിയാൽ നമുക്ക് ഈ ഹോട്ടലിലേക്ക് വരുന്ന വഴികളൊക്കെ കാണാം. അതായത് ഹോട്ടലിൻ്റെ ഫ്രണ്ട് പോർഷനാണിത്, എൻട്രൻസ് പോർഷനാണിത്. ആക്റ്റീവ് വരുന്ന വഴിയുണ്ട്, അപ്പോൾ അതുവഴിയാണ് നമ്മൾ വന്നത്. അതാണ് എൻട്രൻസ് പോർഷൻ. ഇനി നമുക്ക് റൂം നോക്കാം. ഇതാണ് നമ്മുടെ റൂം. അത്യാവശ്യം വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ളൊരു റൂമാണ്. ഒരു ഹോട്ടലിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റേറ്റ് വരുന്നത് പെർ ഡേ 3000 + GST ആണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലിപ്പോൾ എന്തായാലും റൂംസിനൊക്കെ ഇപ്പോൾ മിനിമം ചാർജ് എന്ന് പറയുന്നത് ഒരു 2000 + GST ആയി, അല്ലെങ്കിൽ 2500 + GST ആയി. അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ബാംഗ്ലൂരിലൊക്കെ മിനിമം റേറ്റ് ഒരു 3000 എന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചാർജാണ്. എന്നാൽ 3000 രൂപയുടെ ലുക്കൊന്നും റൂമിന് തോന്നുന്നില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ആ സൗകര്യങ്ങളൊക്കെ ഓക്കെ ആണ്. നമ്മൾ രാവിലെ ഇവിടെ വന്നതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കാനൊന്നും ഇറങ്ങിയില്ല കേട്ടോ. അനൂപ് ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തോട്ട് പോയി. ഈ ഫ്ലാറ്റിലാണ് നമ്മൾ താമസിക്കുന്നത്. രാവിലെ വന്നതിന് ശേഷം വീഡിയോസൊക്കെ കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ട്, അത് എഡിറ്റ് ചെയ്തു. പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. ഇതുവരെ ഒരു ഫുഡും കഴിച്ചില്ല. മണി ഇപ്പോൾ 2 ആയിട്ടുണ്ട്. ഞാൻ സ്വിഗ്ഗിയിൽ നോക്കിയപ്പോഴത്തേക്കും ഇവിടെ അടുത്ത് തന്നെ ഒരു അതായത് ഒരു 500 മീറ്ററിനകത്ത് തന്നെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പോയി കഴിക്കാമെന്ന് വിചാരിച്ച്. ഓർഡർ ചെയ്യുന്നതിനേക്കാളും ഈശ്വര, ഇത് ഭാഷ വേറെ ആയതുകൊണ്ട് വായിക്കാനും പറ്റുന്നില്ല. ഇത് മാൾട്ടാണ്, സൂപ്പർ മാർക്കറ്റാണ്. ഓക്കെ, ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ കാണിക്കുന്നുണ്ട്. ഇത് മെയിൻ റോഡ്, ഇതിനകത്തോട്ടാണ് ഞങ്ങളുടെ ഹോട്ടൽ വരുന്നത്. അങ്ങോട്ടൊന്ന് പോയി നോക്കാം. വോയിസ് ക്ലിയർ ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എൻ്റെ മൈക്കൊന്നുമില്ല. ഞാൻ അല്ലാതെ മൈക്ക് വാങ്ങിയിട്ടില്ല. മൈക്കില്ലാതെ തന്നെയാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത്, വോയിസ് ഓവർ ചെയ്യുന്ന ആ ഒരു സമയത്തായാലും.
അത്യാവശ്യം തുണികളും ഒക്കെ മാത്രമാണ് എടുത്തത്. കൂടുതൽ വെയിറ്റുള്ള സാധനങ്ങളൊന്നും എടുക്കാൻ നിന്നില്ല, ബാഗൊന്നും എടുക്കാൻ നിന്നില്ല. പക്ഷേ ചെറിയൊരു ബാഗ് കയ്യിലുണ്ടായിരുന്നു അനൂപിൻ്റെ. അപ്പോൾ അത് കയ്യിലെടുത്തു. അതിൽ എൻ്റെ 2 ഫോണും കുട എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു കേട്ടോ. കുട ഇവിടെ ഒട്ടും വെയിലില്ല, അത്യാവശ്യം തണുപ്പുണ്ട്. പിന്നെ റൂമിൻ്റെ കീ എടുത്തു, ക്യാഷ് എടുത്തു. ക്യാഷ് ഒരു 200 രൂപ അതെടുത്തു. അത്ര തന്നെ, വേറൊന്നും എടുത്തില്ല. കുട പറഞ്ഞല്ലോ, വരുന്ന വഴി മറക്കാതിരുന്നാൽ മതിയായിരുന്നു. ഇവിടെ ഉള്ളൊരു ഓട്ടോ ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ അടുത്ത് ആ സിഗ്നലിൻ്റെ അടുത്ത്, ഞാൻ തിരിച്ച് നടക്കുകയാണേ, സിഗ്നലിൻ്റെ അടുത്തൊരു കടയുണ്ട്, അവിടെ ഒരു വെജിറ്റേറിയൻ ഉണ്ട്, അങ്ങോട്ട് പോകാം. നോക്കാം, സിഗ്നലിൻ്റെ അവിടെ എത്തിയിട്ട് നോക്കാം. അവിടെ ഉണ്ടെന്നേ മേടിച്ച് കൊല്ലും. ഇവിടെ ആ ദൂരെ കാണുന്ന ഒരു സിഗ്നൽ ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ ഞാൻ ആ സിഗ്നൽ കാണുന്നത് അവിടെ ആയിരിക്കും കേട്ടോ മിക്കവാറും. ഓക്കെ, ആ സിഗ്നലിൻ്റെ അങ്ങോട്ട് നടക്കാം എന്തായാലും, ഇല്ലെങ്കിൽ ഇനി തിരിച്ചു വരാം. നോക്കട്ടെ, ഇവിടെ ഒന്നും മറ്റേ ആ ഐസ്ക്രീംസ്, പിസ്സ, പാസ്ത അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളൂ. വണ്ടി എവിടെ നിന്നൊക്കെ വരുമുള്ളൂ. ഓക്കെ, അവിടെ നോക്കാം. ഈ റോഡ് സൈഡിലുള്ള സ്ട്രീറ്റ് ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം വില കുറവൊക്കെ തന്നെയാണ്. പക്ഷേ എന്നാലും പറയാൻ ഒക്കില്ല, പണി കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് ഫസ്റ്റ് ഡേ ആയതേ ഉള്ളൂ. നമ്മളൊരു 3-4 ദിവസം ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ വയറിന് പണി കിട്ടി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും സ്ട്രീറ്റ് ഫുഡ് കഴിക്കേണ്ടെന്ന് വിചാരിച്ചു. വൈകിട്ട് എല്ലാവരും കൂടെ ഉള്ളപ്പോൾ സേഫ് ആണെന്ന് തോന്നുന്നൊരു സ്ഥലത്ത് നിന്ന് സ്ട്രീറ്റ് ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോൾ നേരെ ആ കാണുന്ന സിഗ്നലിൻ്റെ അവിടെ അടുത്തൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറയുന്നത്, അങ്ങോട്ടാണ് നടക്കുന്നത്. ഫൈനലി കണ്ടെത്തി. ഇത് ഭാഷ വേറെയാണ്, വായിക്കാനൊന്നും പറ്റുന്നില്ല. ആ നടുക്കുള്ള 2 കണ്ട, അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. സ്വിഗ്ഗിയിൽ നോക്കിയപ്പോൾ ആ ഒരു എംബ്ലം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഫുഡ് കഴിക്കാൻ ഇവിടെ കയറാൻ വിചാരിക്കുന്നു. ഇതാണ് ഇവിടുത്തെ വെജിറ്റേറിയൻ, ഞാൻ കണ്ടെത്തി വെജിറ്റേറിയൻ. നോക്കാമേ. ശരി, കൊള്ളാം കേട്ടോ, നല്ല കട, നല്ല റെസ്റ്റോറൻറ്റ്. കടയല്ല, സോറി. ഇത് ഗ്രൗണ്ട് ഫ്ലോറാണ്. ഇവിടെ സെൽഫ് സർവീസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട ഫുഡ് നമ്മൾ ഇവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ട് ഇവിടെ തന്നെ വാങ്ങിക്കൊണ്ട് വെച്ചിട്ട് കഴിക്കണം. അങ്ങനെയാണ് സംഭവം. ഞാൻ എന്തും ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഞാനൊരു മിനി ലഞ്ച് ഓർഡർ ചെയ്ത് 131 ആയി. എനിക്ക് ഈ സമോസ കണ്ടിട്ട് ഭയങ്കര കൊതിയാവുന്നു കഴിക്കാനായിട്ട്. പൈസ തരുമെങ്കിലേ കഴിക്കുള്ളൂ. 200 രൂപ കൊണ്ടാണ് ഞാൻ വന്നത്. അവരെന്തൊക്കെ തരണം നോക്കാം. പിന്നെ ഫുഡ് ഐറ്റംസ് വെറൈറ്റി ആയിട്ട് ഇവർ ഇത് കേട് വട, തൈര് വട, സോറി. പിന്നെ പപ്പടം, വട, എല്ലാത്തിനും കറിയുണ്ടോ, എന്തൊക്കെ ഉണ്ടാകും. വട വല്ലതും തരുമല്ലോ ഫ്രീ ആയിട്ട്. ചിക്കൻ ചോറ്. എൻ്റെ റൈസ് കിട്ടി. എന്തൊക്കെയുണ്ടോ നമുക്ക് നോക്കാം. ഇത് വെജ് പുലാവോ, ഇത് കേർഡ് റൈസ് ആണെന്ന് തോന്നുന്നു. ഇത് എന്തോ റൈസ്, ഇത് തോരൻ, പപ്പടം, കേസരി, ചപ്പാത്തി, എന്തോ കറി. ഞാൻ കഴിക്കട്ടെ. ഇപ്പോഴാണ് ഒരു സംഭവം പിടികിട്ടിയത്. ഇത് സാമ്പാർ റൈസ്, ഇത് പുലാവ്, വെജ് പുലാവ്, ഇത് കേർഡ് റൈസ്. ഇത് 3 ചേർന്ന് വരുന്നത്. പിന്നെ ചപ്പാത്തി, കേസരി, പിന്നെ കുറച്ച് കറികളും ചേർന്ന് വരുന്നതാണ് ഈ മിനി മീല്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേസരി. നല്ല നെയ്യാണ്. എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിച്ചു തീർന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ലഞ്ചില്ലേ, ഈ ലഞ്ച് ഇതെന്ന് പറയുന്നത് ഈ മിനി മീൽസ് എന്നാണ് ഒറ്റ പേര്. കേർഡ് റൈസ്, സാമ്പാർ റൈസ്, വെറൈറ്റി റൈസ്, ഈ 3 റൈസും കൂടെ ചേർന്നുള്ള മിനി മീൽസാണ് ഇപ്പോൾ കഴിച്ചത്. അല്ലാതെ നമുക്ക് വെറൈറ്റി റൈസ് കഴിക്കണമെന്നുണ്ടെങ്കിൽ 70 രൂപ, സാമ്പാർ റൈസ്, അങ്ങനെയാണ് സംഭവം. ഇപ്പം പിടികിട്ടി. ഓക്കെ, കഴിച്ചപ്പോഴാണ് വെളിവ് വന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് ബേക്കറി ഐറ്റംസ് നോക്കാം കേട്ടോ. ഇതൊക്കെ ഓരോ ടൈപ്പ് റെസിപ്പികളാണ്. കുറച്ച് ഫ്ലിക്കറിങ് കാണും. അതെനിക്ക് തോന്നുന്നു ഈ ക്യാമറയും ലൈറ്റും തമ്മിലുള്ള പ്രശ്നമായിരിക്കും. ഇത് ആപ്പിൾ രസഗുള. അപ്പോൾ ഇവിടെ സ്വീറ്റ്സിൻ്റെ ആൾക്കാരാണ് ഇവിടെ. ഈ നോർത്തിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ തന്നെയാണ്, സ്വീറ്റ്സിൻ്റെ ആൾക്കാരാണ് സംഭവം. പനീർ ജാമുൻ, സ്ട്രോബെറി കേക്ക്, ഷുഗർ കൂടെ ഇത് മതി. പിന്നെ അടുത്ത ഇതൊക്കെ നമ്മുടെ എവിടെയും കാണാറുണ്ടല്ലോ.
ഇത് മിൽക്ക് ഹൽവ, അതൊക്കെ നല്ലപോലെ മൂവുണ്ട്. ഇത് കാലക്കണ്ട്, ഓക്കെ. പനീർ ജിലേബി, പനീർ വെച്ചുള്ള ജിലേബി, മിനി ജംഗിരി, ജംഗിരി എന്ന് വെച്ചാൽ എനിക്കൊന്ന് ജിലേബി ആയിരിക്കും. പിന്നെ അജ്മീർ കേക്ക്, ബേബി മിൽക്ക് കേക്ക്, ചോക്ലേറ്റ് സാൻഡ്വിച്ച്, എന്തൊക്കെയുണ്ട് കുറേ കുന്തങ്ങളെല്ലാം മധുരമാണ്. മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ. പിന്നെ അങ്ങോട്ട് കുറച്ച് മറ്റേ പാക്ഡ് ഐറ്റംസ് ഒക്കെ ഇല്ലേ, നമ്മുടെ ചിപ്സ്, മുറുക്ക്, പക്കാവട, അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് സമോസയാണ്. പിന്നെ എനിക്ക് കൊതി തോന്നിയാൽ ഞാൻ ഈ മൈസൂർ പാക്ക് വാങ്ങി കഴിക്കും. ഇത് കൊള്ളാം കേട്ടോ, ഇത് ഭയങ്കര സോഫ്റ്റ് ആണെന്ന് തോന്നുന്നത് കണ്ടാലേ. ഇത് നമ്മളവിടെ കിട്ടുന്ന ടൈപ്പാണ്, സാധാരണ ഈ പെട്ടിക്കടയിലൊക്കെ കുപ്പിയിലിട്ട് വെച്ചിരിക്കില്ല ആ ടൈപ്പ്. ഇതെന്ന് പറയുന്നത് ബേക്കറിയിൽ നല്ലപോലെ ബേക്ക് ചെയ്യണ സംഭവങ്ങൾ. അതിൻ്റെ പല വെറൈറ്റി ആയിട്ടാ. മൈസൂർ പാക്കിൻ്റെ സ്പെഷ്യൽ മൈസൂർ പാക്ക്, മാൾട്ട്, പിന്നെ അങ്ങറ്റം കാജു ഒക്കെ ഉണ്ട്. ബർഫി ടൈപ്പ്, കോക്കനട്ട് ബർഫി, അങ്ങനെയൊക്കെ ഉണ്ട്. ഇനി നിൽക്കണോണ്ട് എടുക്കാവില്ല. ഒരു നല്ല സെയിലുണ്ട്. ഈ സൈഡിലുണ്ട് കേട്ടോ. ഇവിടെയും കുറേ സ്വീറ്റ്സ് തന്നെ. ഇത് കൊള്ളാം കേട്ടോ, ഇത് കാണാൻ നല്ല രസമുണ്ട് കാണാൻ. ഇത് ബോളി, ഇവിടെ ഇങ്ങനെ എന്തോന്ന് ബോളി തന്നെയാണോ പറയുന്നത്. ഇതായിരിക്കുന്നു ബോളിയും എനിക്കിഷ്ടമാണ്. പിന്നെ കേക്ക്, നട്ട്സ് കോംബോ, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ, സ്വീറ്റ്സ് ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാനുള്ള സംഭവങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. അധികം വെയിലൊന്നുമില്ല കണ്ടോ. എനിക്കൊന്ന് എപ്പോഴും ഇതുപോലത്തെ ക്ലൈമറ്റ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ, എന്നാലും അധികം വെയിലൊന്നുമില്ല. അതുകൊണ്ട് കുട എടുത്തത് വെറുതെ ആയി. ഞാൻ വെച്ച് കുട എടുക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി നേരെ റൂമിലോട്ട് പോകണം, വേറൊന്നുമില്ല. നമ്മൾ താമസിക്കുന്നിടത്തൊരു സ്കൂളുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ആ സ്കൂൾ ഇപ്പോഴാണ് വിട്ടത്. അപ്പോൾ ഒരുപാട് പിള്ളേർ നടന്നു പോകുന്നുണ്ട്. സ്കൂൾ ചിലപ്പോൾ അടുത്തായിരിക്കും. അതോ ആ കാണുന്നൊരു ക്രീം കളറുള്ള ബിൽഡിങ്ങിൻ്റെ അവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. വൈകിട്ടായപ്പോഴത്തേക്കും അനുപും ഫ്രണ്ട്സും കൂടെ വർക്കെല്ലാം കഴിഞ്ഞ് വന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോയി. ഫോറം മോളിലാണ് പോയത്. അപ്പോൾ അവിടെ നിന്ന് ലൈറ്റായിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. KFC എന്നാണ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തത്. എല്ലാവരും ലൈറ്റായിട്ട് ഫുഡ് കഴിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് കറങ്ങാനൊക്കെ ഇറങ്ങി. ഇഷ്ടംപോലെ മോൾസ് ഉണ്ടല്ലോ ഇവിടെ. അങ്ങനെ കുഞ്ഞു ഷോപ്പിങ്ങിന് വേണ്ടി ഒന്ന് കറങ്ങാനായിട്ടൊക്കെ ഇറങ്ങി. കുറച്ച് സാധനങ്ങളെ വാങ്ങിയുള്ളൂ. അതിനുശേഷം ഇപ്പോൾ ഏകദേശം ഒരു 9:30 ആയിട്ടുണ്ട്. ഞങ്ങൾ ഡിന്നർ കഴിക്കാനായിട്ട് വീണ്ടും ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് കഴിച്ച സ്ഥലത്ത് തന്നെയാണ് വന്നത്, അടയാർ അനന്തഭവൻ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ദോശ കഴിച്ചു. പ്ലെയിൻ ദോശയാണ് ഓർഡർ ചെയ്തത്. ഫുഡ് കഴിച്ചു. ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ദിവസം ഇങ്ങനെയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. മറക്കാതെ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.